ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ജീവിതം മാറ്റിയ ഒരു സത്യമാണ്. ഒരു ഭാര്യയായും ഒരു സ്ത്രീയായും ഞാൻ വർഷങ്ങളോളം ഒരു തെറ്റ് ചെയ്തു. എന്ത് തെറ്റാണെന്നല്ലേ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്? ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ മാറ്റാൻ ശ്രമിച്ചു. അദ്ദേഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ ഞാൻ ശ്രമിച്ചു. ആക്ച്വലി പേഴ്സണലി ആളൊരു നല്ല വ്യക്തിയാണ് കേട്ടോ. പക്ഷെ ഞാനിങ്ങനെ വിചാരിച്ചു, എന്നെ കൂടുതലൊന്നും മനസ്സിലാക്കിയിരുന്നെങ്കിൽ, എന്നെ കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന അതേ രീതിയിൽ ആളും ചിന്തിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ നിരന്തരം വിചാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, അങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങളുടെ ലൈഫ് ഒന്നും കൂടി ഭയങ്കര ഹാപ്പിയർ ആവുമായിരുന്നു. എൻ്റെ സന്തോഷം ആളുടെ ക്യാരക്ടറുമായി അല്ലെങ്കിൽ ആളുടെ ബിഹേവിയറുമായി ഞാൻ കണക്ട് ചെയ്തു. ആൾ ഇങ്ങനെ ചെയ്താൽ ഞാൻ കുറച്ചും കൂടി ഹാപ്പി ആയിരിക്കും, അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഭയങ്കര പീസ്ഫുള്ളാകും. എൻ്റെ സന്തോഷത്തിൻ്റെ താക്കോൽ ഞാൻ ആക്ച്വലി മറ്റൊരാളുടെ കയ്യിൽ കൊടുത്തിരുന്നു. ഞാൻ ആളെ മാറ്റാൻ ശ്രമിക്കുന്ന ഓരോ ദിവസവും ഞാൻ ആക്ച്വലി ചെയ്തത് എൻ്റെ സമാധാനത്തെ നഷ്ടപ്പെടുത്തുകയായിരുന്നു. എന്നിട്ട് റിസൾട്ട് എന്താണ്? ആളൊട്ടും മാറിയില്ല. പക്ഷേ ഒരു ദിവസം എൻ്റെ ജീവിതം മാറ്റിമറിച്ച ഒരു ബോധ്യം എനിക്ക് ലഭിച്ചു. മാറേണ്ടത് ആളല്ല, പകരം മാറേണ്ടത് ആരാണ്? ഞാൻ തന്നെയാണ് മാറേണ്ടത്. ഞാൻ എന്തിനാണ് ആളെ മാറ്റാൻ ശ്രമിക്കുന്നത്? ആളെന്തെങ്കിലും തെറ്റ് ചെയ്യുന്നതുകൊണ്ടോ? അല്ല, ആള് എൻ്റെ പ്രതീക്ഷകൾ അനുസരിച്ച് ജീവിക്കുന്നില്ല എന്നതുകൊണ്ടാണ്. അപ്പോഴാണ് ഞാൻ കറക്റ്റായിട്ട് മനസ്സിലാക്കിയത്, പ്രശ്നം ആളിലല്ലായിരുന്നു, എൻ്റെ പ്രതീക്ഷകളിലായിരുന്നു പ്രശ്നം, എൻ്റെ പ്രതികരണങ്ങളിലായിരുന്നു പ്രശ്നം, എൻ്റെ മനസ്സിൻ്റെ സമാധാനക്കുറവിലായിരുന്നു പ്രശ്നം. അന്നു മുതൽ ഞാനൊരു ചെറിയ മാറ്റം തുടങ്ങി. ആളെ മാറ്റാൻ ശ്രമിക്കുന്നതിന് പകരം എൻ്റെ ചിന്തകളെ ഞാൻ ആക്ച്വലി മാറ്റാൻ തുടങ്ങി. ആളെ കുറ്റപ്പെടുത്തുന്നത് പകരം ഞാൻ ആളെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. ആളുടെ കുറവുകൾ മാത്രം കാണുന്നതിന് പകരം ആളുടെ നല്ല വശങ്ങൾ കാണാൻ തുടങ്ങി. പ്രതികരിക്കുന്നതിന് മുമ്പ് ഞാൻ നന്നായി കേൾക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചു. ഞങ്ങളുടെ ബന്ധം കൂടുതൽ മനോഹരമായത് എന്തുകൊണ്ട്? ആളെ മാറ്റിയത് കൊണ്ടല്ല, ഞാൻ സ്വയം മാറിയതുകൊണ്ട്. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, സ്നേഹം എന്നത് മറ്റൊരാളുടെ മാറ്റുക എന്നതല്ല. സ്നേഹം എന്നത് അവർ ആയിരിക്കുന്നത് പോലെ തന്നെ സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാം സഹിക്കണമെന്നല്ല കേട്ടോ, പക്ഷേ സമാധാനത്തോടെ നമ്മൾ മറ്റൊരാളെ മനസ്സിലാക്കാൻ പഠിക്കണം എന്നാണ്. നമ്മൾ മറ്റൊരാളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ സ്നേഹം ശ്വാസം മുട്ടുന്നു. പക്ഷേ സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ സ്നേഹം പൂത്ത് വളരുന്നു. സ്നേഹം എന്നത് ഒരാളുടെ വ്യക്തിത്വം ഇല്ലാതാക്കുക എന്നല്ല. സ്നേഹം എന്നത് അവരുടെ പേഴ്സണൽ സ്പേസ് ബഹുമാനിക്കുക കൂടിയാണ്. വിവാഹം എന്നത് രണ്ടാളുകൾ ഒന്നാകുന്നതാണ്. പക്ഷേ അതുകൊണ്ട് അവർ ഒരേ വ്യക്തിയാകുന്നില്ല. അവർക്കും സ്വന്തം ചിന്തകളുണ്ട്, സ്വന്തം ഇഷ്ടങ്ങളുണ്ട്, സ്വന്തം സുഹൃത്തുക്കളുണ്ട്. സ്വന്തം നിശബ്ദതയും സമയവും അവർക്കും ആവശ്യമാണ്. ഒറ്റയ്ക്ക് ചിലവഴിക്കുന്ന സമയം എന്നെ സ്നേഹിക്കുന്നില്ല എന്നതിൻ്റെ അടയാളമല്ല. അവർക്ക് അവരായി തുടരാനുള്ള ഒരു ആവശ്യകതയാണ്. ഓരോ പൂവിനും വളരാൻ സ്വന്തം സ്ഥലം വേണം. ഓരോ മരത്തിനും വേരുകൾ പടരാൻ സ്വന്തം ഇടം വേണം. അതുപോലെ ഓരോ ബന്ധത്തിനും ശ്വസിക്കാൻ കുറച്ച് ഇടം ആവശ്യമാണ്. ചിലപ്പോൾ സ്നേഹം കൂടുതൽ പരസ്പരം കണക്റ്റ് ചെയ്യിക്കുന്നതിലല്ല, കുറച്ച് സ്വാതന്ത്ര്യം നൽകുന്നതിലും കൂടിയാണ്. സ്നേഹം നിയന്ത്രണമല്ല, പരസ്പരം വിശ്വാസമാണ്. പരസ്പരം ബന്ധിപ്പിക്കുന്നതാണ് സ്നേഹം. പക്ഷേ ബന്ധിപ്പിച്ച് പരസ്പരം ആളുകളെ ശ്വാസം മുട്ടിക്കുന്നതല്ല. ആക്ച്വലി ഇന്ന് ഞങ്ങളുടെ വിവാഹ വാർഷിക ദിനമാണ്. ഈ യാത്രയെ ഞാനൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ നന്ദിയോടെ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ആളെ മാറ്റാൻ ശ്രമിച്ച വർഷങ്ങളല്ല, മാറേണ്ടത് ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കിയ ആ ഒരു നിമിഷത്തെയാണ്. ആ ഒരു ബോധ്യം വന്നപ്പോൾ ഞങ്ങളുടെ സംഭാഷണങ്ങൾ മാറി, ഞങ്ങളുടെ വീട് മാറി. ഞങ്ങളുടെ വീടിപ്പോൾ സ്വർഗമാണ്. ഞങ്ങളുടെ ബന്ധം മാറി, അതിലും പ്രധാനമായി ഞാൻ മാറി. ഇത് ഞാൻ ഹൃദയത്തിൽ നിന്ന് പറയാം. ഒരു നല്ല ബന്ധം ഉണ്ടാകുന്നത് ഒരാളെ മറ്റൊരാൾ മാറ്റാൻ ശ്രമിക്കുമ്പോഴല്ല, രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കാനും ബഹുമാനിക്കാനും പഠിക്കുമ്പോഴാണ്. മറ്റൊരാളെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ ആക്ച്വലി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അവിടെ സ്നേഹം ക്ഷീണിക്കുന്നു. പക്ഷേ സ്വയം മാറാൻ തുടങ്ങുമ്പോൾ സ്നേഹം അവിടെ പൂത്ത് വളരുന്നു. നിങ്ങളുടെ ജീവിത പങ്കാളിയെ മാറ്റാൻ ശ്രമിക്കുന്നത് നിങ്ങൾ എന്തായാലും നിർത്തണം. ഒരു പക്ഷേ
നിങ്ങളുടെ ജീവിതം മാറ്റുന്ന ഉത്തരമാകാം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ളത്. സോ അതുകൊണ്ട് റെസ്പെക്ട് their സ്പേസ്, ട്രസ്റ്റ് their ഹാർട്ട് ആൻഡ് ലവ് വിൽ ഗോ നാച്ചുറലി. താങ്ക് യു.